പ്രൈസ് ദി ലോർഡ്. കരവും ശബ്ദം ഉയർത്തി കർത്താവിനോട് സ്തോത്രം ചെയ്താട്ട്. ഈ അനുഗ്രഹിക്കപ്പെട്ട ധന്യനിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കർത്തൃദിനത്തിൽ ഇവിടെയുള്ള വിശുദ്ധന്മാരോടും ശേഷാൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരോടും ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യമായി ഈ ഹോം ക്രോഫ്റ്റ് മലയാളം പെന്തക്കോസ്റ്റ് ചർച്ചിലുള്ള ദൈവദാസനും കുടുംബത്തിനും ഇവിടെയുള്ള എല്ലാ വിശ്വാസ കുടുംബങ്ങൾക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. I thank God for the opportunity I have got here, and I am also greeting each and every one of you, including the pastor and everyone here, in the matchless name of Jesus Christ. കർത്താവിൻ്റെ ദാസൻ ഇവിടെ മുഖവരിയായി പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു പുതുമുഖമല്ല, അതിഥിയല്ല, ഞാനും ആമേൻ ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്. And when the pastor was introducing me to the church, he said, I am not a guest here, I am actually a part of this church. ഈ ചർച്ചിനോടുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പ്രിയ എബി ബ്രദറിനോടും കുടുംബത്തോടുമുള്ള ദീർഘനാളത്തെ ബന്ധം അതായത് ആമേൻ ഉണ്ട്. ആ ഒരു ബന്ധത്തിലാണ് ഈ ചർച്ചുമായിട്ട് ഇന്ന് നമുക്ക് ഒന്നിച്ചു കൂടി വരുവാനിടയായതും. And the relationship with this church is not started yesterday or very recently. It started from the beginning and with the Ebi brother and family, and from that time I'm having a close relationship with him, and that relationship is the one which is having that bondage with this church. ഞങ്ങളുടെ പ്രിയ മോള് അനു, അതുപോലെ തന്നെ ലിജോ, ജെറമി, അവർ ഈ ചർച്ചിലാണല്ലോ കൂടി വരുന്നത്. And my children Anu and Lijo and their child Jeremy, they are actually having the fellowship in this church. അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ ഞങ്ങളുടെ ദൈവദാസൻ പാസ്റ്റർ ബിനോയി ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എബി ബ്രദറുമായിട്ടാണ് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് ആക്കിയത്. And when I contacted Brother Ebi, I didn't know Pastor Binoy was actually ministering in this church, and when I wanted them to come to this church, അപ്പോൾ എബി ബ്രദർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവദാസൻ ഇന്നാരാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഒന്നും പറയണ്ട, ആമേൻ, ഞങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് പറഞ്ഞു. And when Brother Ebi said that Pastor Binoy is actually ministering in this church, I didn't want to think twice, and I asked them to come to this church. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത് ഒട്ടും അതിശയോക്തിയല്ല. ഞങ്ങൾ ആമേൻ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. തൻ്റെ പിതാവും എൻ്റെ പിതാവും അവരുറ്റ സ്നേഹിതന്മാരായിരുന്നു. ആമേൻ, ഞങ്ങളുടെ മാതൃസഭയിലെ പാസ്റ്റർ ആയിരുന്നു. ഞങ്ങളുടെ വിവാഹം നടത്തിയത് തൻ്റെ പിതാവാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ പറഞ്ഞതാണ്. And as Pastor Binoy mentioned, my father and Binoy pastor father, they all went to the same church, and Binoy pastor father is the one who had actually conducted my marriage. എൻ്റെ വൈഫിന് ഒക്കെ പ്രിയ മാതാവിനൊക്കെ അകന്ന ഒരു ബന്ധം കൂടെ തൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ ഉണ്ട് എന്ന് കേൾക്കുവാനിടയായിട്ടുണ്ട്. And in regard to Pastor Binoy's father, my wife and my mother, everybody has having a close bondage with his family. ഇന്നലെ ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിച്ചപ്പം പറഞ്ഞു, ഇവിടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക, ഒരു ദൈവദാസൻ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. ഞാൻ ചോദിച്ചു ആരാ, പേരെന്താന്നൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു പേരറിയത്തില്ല, ഇവിടെ പിന്നെ ശുശ്രൂഷിക്കാൻ വന്നതാ, ഞങ്ങളുടെ ഇടയിൽ വന്ന് മെസ്സേജ് തരുന്നുണ്ട്, നല്ല മീറ്റിംഗ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. And when I was talking to my children yesterday, they mentioned that we are having 3 days fasting prayer and we have a guest pastor, but when I asked his name, they didn't know the name, but they said we are having a good ministry. അപ്പോൾ ഇന്ന് ഇവിടെ കാണുമെന്നും പറഞ്ഞു. And he also mentioned that he is going to be here. അദ്ദേഹത്തെ കൂടെ ഒന്ന് കാണാം എന്നുള്ള ആഗ്രഹത്തിലാണ് വന്നത്. പക്ഷേ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ മനസ്സിലായി ആരാ വന്നതെന്നുള്ളത്. And I also wanted to meet him and greet him, but when I came here I understood who that pastor is. കർത്താവിൻ്റെ ദാസനുമായ പാസ്റ്റർ രാജൻ കല്ലുമലയുമായി ദീർഘനാളത്തെ പരിചയം ഞങ്ങൾക്കുണ്ട്. നമ്മുടെ വീട്ടിൽ വരികയും താമസിക്കുകയും സഭയിൽ ശുശ്രൂഷിക്കുകയും ഒരു പ്രാവശ്യമല്ല അനവധി പ്രാവശ്യം ദൈവസഭയിൽ ശുശ്രൂഷിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് പാസ്റ്റർ രാജൻ കല്ലുമല. And with Pastor Rajan, I am having a close relationship again, and we used to minister back in India for a long time, and I know him for the long time. ഈ ചർച്ചിൽ ഉള്ള ഞങ്ങളുടെ പ്രിയ മകൾ റിച്ചി, ഞങ്ങൾ ഒരു സഭയിലെ അംഗങ്ങളാണ്. And Richie, who is coming to this church, and we are also from the same church back in India. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ കെവിനെ കണ്ടു. കെവിൻ നമ്മുടെ ചർച്ചിലും അവരുടെ ചർച്ചിലും ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു നീ ഇവിടെ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അവൻ എല്ലായിടത്തും ഉണ്ട്. And when I also met Kevin, brother Kevin, and when I saw him, I didn't know that he is coming this church because I have met him in another church. ഇവിടെ ഉള്ള ബിജു ബ്രദർ, ഷിജു ബ്രദർ, ഇവരെയൊക്കെ പേഴ്സണലായിട്ട് അവരുടെ ഭവനത്തിൽ ഉള്ള പോവുകയും കാണുകയും അവരുടെ ശുശ്രൂഷകൾ
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവിക്കുകയും കൂടാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ചർച്ച് പ്രിയ അനു പറഞ്ഞത് ഒട്ടും അതിശയോക്തിയല്ല. ആമേൻ. മാതാപിതാക്കൾ ഇവിടെ ഇല്ലായിരുന്നു. തൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ സ്വന്തം മാതാപിതാക്കളെ പോലെ സഹോദരങ്ങളെ പോലെ പ്രിയ കുഞ്ഞുങ്ങളെ കരുതുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്ത നല്ല നാളുകളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകമായ അതിനുള്ള അഭിനന്ദനം അറിയിക്കുന്നു. And I also had in the past days a very good fellowship with Brother Biju and Brother Shiju, and also as Manu mentioned in the testimony, this church is always a backbone for them, and I always thank God and thank church for your continuous fellowship. പ്രിയ ഷിജു ബ്രദറിൻ്റെ ഭവനത്തിലൊരു പ്രാർത്ഥന നടന്നപ്പോൾ അവിടെ ഞാൻ വന്ന് ആമേൻ നമുക്ക് ഒന്നിച്ച് എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഒരല്പസമയം പറയുവാൻ കർത്താവ് ഒരു അവസരം തന്നായിരുന്നു. And when I came to Brother Shiju's house for a fellowship, and that time I had actually shared one of the testimony. ഇന്ന് മുഴുവൻ പറഞ്ഞാലും ഈ ആഴ്ച മുഴുവൻ പറഞ്ഞാലും തീരാത്ത അനുഭവം കർത്താവ് ആമേൻ എനിക്ക് തന്നിട്ടുണ്ട്. എന്നെ നടത്തിയ വിധങ്ങളുണ്ട്. ഇന്നും അത് പറയുമ്പോൾ ഒരു പുതുമയോടെയാണ് അനേകരോട് പറയുവാറുണ്ട്. And the way the Lord had led in my life, and the way He had delivered me, and it is not enough for me to have one day or 1 week to mention or testify whatever He had done in my എനിക്ക് വേണ്ടി life. പ്രാർത്ഥിച്ച ദൈവമക്കളും ദൈവദാസന്മാരുമാണ് ഇവിടെ ഇരിക്കുന്നത്. And all the people who are sitting here, all the pastors who are sitting there, they are used to pray for me in the അപ്പോൾ ഇന്നിവിടെ ഞാൻ ഈ വചനവുമായി നിൽക്കുമ്പോൾ എന്നെക്കാട്ട് കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളായിരിക്കും. And when I am standing with the word of God here, more than me, you are the one who is actually rejoicing in the Lord. കാരണം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. Because we have a Lord who hear our prayers. അവങ്കിലേക്ക് നോക്കിയവരാരും ഒരു നാളിൽ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. And the Lord will never let anyone to be ashamed, the one who is looking at him. Praise the Lord. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയ ജെറമ്യയുടെ ആമേൻ കഴിഞ്ഞൊരു വർഷം കർത്താവ് സൂക്ഷിച്ചു. പല പ്രാവശ്യം ഈ ആരാധനയിൽ വരണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെട്ടിരുന്നു. എന്നാൽ നമുക്ക് അവിടെ ഒരു ചെറിയ കൂട്ടായ്മയുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അവിടെ കാണണമെന്നുള്ളത് അവരുടെയും ആവശ്യം. നമ്മളും അവിടം വിട്ട് മറ്റുള്ളിടത്തേക്ക് പോകാൻ ഒരു താല്പര്യം കാണിക്കാറില്ല. എന്നാൽ ഇന്ന് രാവിലെ ആരാധന ഞാൻ വരുന്ന വഴിക്ക് ലൈവ് ഞങ്ങൾക്ക് ഉണ്ട്, സൂമുണ്ട്. അതിലൂടെ കണ്ട് ഇവിടെ വരികയായിരുന്നു. കർത്താവ് അവിടെയും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു. കർത്താവിൻ്റെ ദാസന്മാർ അവിടെ വരികയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അതിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്ന ചർച്ചിലേക്ക്. And we all know that we all came here today for the celebration of Jeremy's life as his first birthday, and I wanted to come to this church for a long time, but all you know that I have also a fellowship back where I am, and then it is difficult to leave from there and come here. Even while coming today, I was actually attending the prayer through Zoom. നമുക്ക് ഇന്നത്തെ അല്പസമയത്തെ ഒരു വചനചിന്തനത്തിനായി ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. And for the meditation of today, and I want to read a Bible verse. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യം നമുക്ക് വായിക്കാം. And it is Philippians chapter 4 verse 4 to 5. Praise the Lord. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. And the Lord is coming soon. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? And how many of you know that? അങ്ങനെയുള്ള ഒരു കരം ഉയർത്തി ഉച്ചത്തിൽ ഒരു സ്തോത്രം ചെയ്താൽ. And if you know that, raise your hand. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരം ഉയർത്തി സ്തോത്രം പറയിപ്പിക്കുന്ന ഒരു സ്വഭാവം ഈ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ടുണ്ട്. And I always have from the past 15 years, I ask everyone to raise hand and say hallelujah. കാരണമുണ്ട്, ഈ കൈ പൊങ്ങുന്ന കൈ അല്ലായിരുന്നു. Because there is a reason my right hand it was not couldn't be lifted up. ഈ രണ്ട് കൈയും പൊങ്ങുന്നതല്ലായിരുന്നു. And both hands couldn't be lifted up. ഈ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത നാളുകൾ ഉണ്ടായിരുന്നു. And there were days I couldn't do anything with my right hand. ഇപ്പോഴും മെറ്റൽ വർക്കും ഫോറിൻ മെറ്റീരിയലൊക്കെ വെച്ച് ഫിറ്റ് ചെയ്തിരിക്കുന്ന കൈയാണ് എൻ്റെ ഒരു കൈ. And now also I have many metal bars in my hand. എന്നാൽ ഈ രണ്ട് കൈയും ഉയർത്തി കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് എന്നെ പ്രാപ്തനാക്കി. But Lord had endured me so that I can raise my both hands and praise him. അപ്പോൾ നമുക്ക് ഇപ്പോൾ ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കുമ്പോൾ, ആരോഗ്യം തന്നിരിക്കുമ്പോൾ, ആമേൻ, കൈ ഉയർത്താനും താക്കാനുമുള്ള ആമേൻ ബലം കർത്താവ് തന്നിരിക്കുമ്പോൾ അത് ദൈവത്തിന് വേണ്ടി ഉയർത്താൻ കർത്താവ് ഇന്ന് പകൽ നമ്മെ ദൈവം സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. And when Lord had given you the enough health to raise your hand and hallelujah, you should always use that praise. നമ്മുടെ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. And the time is at hand. അതുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കൂട്ടം കാര്യമാണ് നമ്മൾ അവിടെ ചിന്തിച്ചത്. So we have to think about two things from that two ഒന്ന്, words. കർത്താവിൽ എപ്പോഴും എന്ത് ചെയ്യണം?
സന്തോഷിക്കണം. The first thing is you have to rejoice always in Lord. ഒരു പ്രാവശ്യമാണോ പറഞ്ഞത്? It is not only once. സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ എത്രയോ പ്രാവശ്യം ഈ ദൈവമക്കളെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഉണർത്തിയ ഒരു ദൈവദാസനാണ്. ഒരു പ്രസംഗം കൊണ്ട് അവസാനിപ്പിച്ചില്ല, കർത്താവിൻ്റെ വരവോളം ഇത് പ്രസംഗിക്കേണ്ടതാണ്. And he didn't say only once or twice, he was continuously saying rejoice in the Lord until the day comes. മറ്റൊരു കാര്യവും നമ്മൾ പ്രസംഗിച്ചില്ലെങ്കിലും even though we don't preach anything else, ഒരു തിയോളജിയും നമ്മൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുവാൻ സമയം കിട്ടിയില്ലെന്നും കണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം പറഞ്ഞാൽ മതി, നമ്മുടെ കർത്താവ് വരുന്നു. although you didn't get much time to say any kind of theological words, but only one thing you need to say, that your Lord is coming soon. നമുക്കറിയാം ലോകപ്രശസ്തനായ പ്രാസംഗികനായിരുന്നല്ലോ വില്ലി ഗ്രഹാം. And we know there is a famous preacher, his name was Billy Graham. അദ്ദേഹത്തിന്റെ മെസ്സേജ് വെറും സിമ്പിൾ ആയിരുന്നു. And his message used to be always simple. ആമേൻ. അതിന്റെ അകത്തെ മെയിൻ വിഷയമായിരുന്നു കർത്താവ് വരുന്നു. And the main topic he used to preach is the കർത്താവിന്റെ Lord's വരവിൽ second coming. കാണണമെങ്കിൽ എന്തെല്ലാം അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ സഭയെയും സകലരെയും പഠിപ്പിക്കേണ്ട കാര്യം. And the one thing that you have to teach the church and everyone is that if you have to be taken in his second coming, അപ്പോൾ ഇവിടെ പറഞ്ഞു കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. And it says that you have to rejoice in Lord always, and I am saying it again, and your meekness should be known by everyone. നാം സന്തോഷമുള്ളവരായിരുന്നെങ്കിൽ മാത്രമേ കർത്താവിലും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയത്തുള്ളൂ. Only if you are rejoicing, then only you can rejoice in Christ. ഇന്നിവിടെ നാം കടന്നു വന്നത് വിവിധ ദൂരപരിധിയിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നും വിവിധ സാഹചര്യങ്ങളിൽ നിന്നുമാണ് ഇവിടെ നമ്മൾ ഒന്നിച്ച് കടന്നു വന്നത്. And we all are coming here, we came from different situations and different place. ഇന്ന് കടന്നു വന്നത് നമ്മൾ ഒന്നിച്ച് കർത്താവിൽ സന്തോഷിക്കാൻ വന്നതാണ്. But wherever you are come from, but you are being gathered here so that you can ഇവിടെ praise വന്നവരാരും സന്തോഷിക്കാതെ ഇന്ന് കടന്നു പോകരുത്. And so no one from here shouldn't go back without rejoicing in the Lord. ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന തിരുമേശ നമ്മൾ കാണുമ്പോൾ, And when you look at the Lord's table here, നമ്മുടെ ഹൃദയം പിടയണം. and your heart should be, നമ്മുടെ ഹൃദയം സന്തോഷിക്കണം. your heart should be rejoiced. ഇതെന്താ വിളിച്ചറിയിക്കുന്നത്? And what it is actually proclaiming. ആമേൻ. കർത്താവ് പറഞ്ഞു, ഇതെന്റെ ശരീരം And the Lord had said, it's my എന്റെ body. ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്നാ And പറഞ്ഞു. he said, you do this in remembrance of me. ആമേൻ. പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ രക്തം And he took the cup of wine and blood. എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. And he said, it's my blood, and you do it in ഓർമ്മയ്ക്കായി ചെയ്യുന്ന remembrance of me. സെലിബ്രേറ്റ് ചെയ്യാനാ പറഞ്ഞത്. And he actually mentioned that you ഇന്ന് have to പകൽ നമുക്ക് celebrate. ദൈവം തന്ന രക്ഷയെ സെലിബ്രേറ്റ് ചെയ്യാനാ നാം വന്നത്. And we are coming here so that we can ദൈവം നമ്മെ celebrate the വിടുവിച്ച Lord's വിടുതലുകളെ salvation. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനാ We വന്നത്. came here so that we can celebrate the അതിന് deliverance. ഒരുവൻ വില കൊടുത്തു, Because someone paid the price for it. അതിനൊരുവൻ കാരണമായി തീർന്നു, And someone became the reason for it. അതിനൊരുവൻ സ്വർഗീയ മഹിമ വിട്ട് താഴെ ഭൂമിയിലേക്ക് And for വരുവാൻ that someone ഇടയായി. came down from heaven for us. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം, ഉയരം, നീളം, വീതി എന്നിവ ആർക്ക് വർണ്ണിക്കുവാൻ കഴിയും And പ്രിയരേ? nobody can depict what is the length, depth, and height of the God's അത് love. നമുക്ക് പറഞ്ഞു വിടാൻ എളുപ്പമാണ്. പക്ഷേ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലം എത്ര പേര് കണ്ടിട്ടുണ്ട്? And it is very easy for us to say, but do you know the നമ്മുടെ distance കർത്താവാണ് between the heaven and ഏറ്റവും earth? കൂടുതൽ ദൂരം യാത്ര ചെയ്ത് നമ്മെ തേടി വന്നത്. And it is only our Lord who had come long way to see us. കാരണം നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരുന്നവനായി, Because our Lord is always and പിതാവായ reigning in the ദൈവത്തോട് heaven. സമത്വമുള്ളവനായിരുന്നു. And he is actually having the equality with the അവൻ God. തൃത്വത്തിൽ ഏകനായിരുന്നു. And he is one of the Trinity. ആ കർത്താവാണ് എന്നെയും നിങ്ങളെയും തേടി നമ്മളെ പാപത്തിന്റെ ചതിക്കുഴിയിൽ നിന്ന് വിടുവിക്കുവാൻ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിക്കുവാനാണ് യേശു നമുക്ക് വേണ്ടി യാഗമായി And തീർന്നത്. that Christ came down from heaven so that he can deliver all of us from all our അപ്പോൾ ഈ sins. വിഷയത്തിലായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കേണ്ടത്. And we have to rejoice in that matter. കർത്താവിൽ നമ്മൾ സന്തോഷിക്കണം. We have to rejoice in Lord. എന്തുകൊണ്ട്? കർത്താവ് നമ്മെ രക്ഷിച്ചതോർത്ത്. Because he had actually given us the salvation. ഒരിക്കലും നമ്മൾ ഇതിന് യോഗ്യരല്ലായിരുന്നു. We are not worthy for it. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലായിരുന്ന നമ്മെ, And we didn't have any kind of relation with Israel. കാട്ടൊലിവായിരുന്ന നമ്മെ, And we were the wild olives.
olives. നല്ലൊലിവോട് ഒട്ടിച്ചു ചേർത്ത ആ കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ And he had actually climbed into the good നാം one. എത്രമാത്രം സന്തോഷിക്കണം, And for that matter, we have to എത്രമാത്രം rejoice. സെലിബ്രേറ്റ് ചെയ്യണം. How much we need to celebrate. നാം ചെയ്യുന്നതെല്ലാം അതിന്റെ ഓർമ്മയ്ക്കായിട്ട് നാം ചെയ്യണം. And whatever we do, we have to do in remembrance of ഇന്ന് that കുറച്ച് കഴിയുമ്പോൾ deliverance. കർത്താവിന്റെ ദാസൻ ഈ ശുശ്രൂഷ നിവർത്തിക്കും. And after some time, our pastor will do the celebration. സന്തോഷിക്കുവാനിടയാകണം. And our heart should be rejoiced. ഈ ആമേൻ സ്തോത്രം പറഞ്ഞതിന്റെ സാരം നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. And the matter what I am trying to say is that the അതിന്റെ Lord is going to സംഭവങ്ങൾ come. ലോകം മുഴുവൻ നമ്മളെ And we വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. can see all kind of signs in this world. ഏത് സമയത്തും എന്ത് സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും And നിങ്ങളുമായിരിക്കുന്നത്. any time our Lord's second coming can happen. ജോലിക്ക് പോകുന്ന നമ്മൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, യൂണിവേഴ്സിറ്റി പോകുന്ന കുഞ്ഞുങ്ങൾ തിരികെ വരുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുള്ള കാലഘട്ടത്തിലല്ല ഞാനും നിങ്ങളുമായിരിക്കുന്നത്. And we may go to work and our children may go to school or university and we never know that we are going to come back. എന്നാൽ നമുക്ക് പൗലോസിനോട് ചേർന്ന് പറയാൻ പറ്റുമോ, ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നവനാണ്, ആമേൻ, എൻ്റെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ്, അതുകൊണ്ട് ജീവനാകട്ടെ മരണമാകട്ടെ ഇതൊന്നും എന്നെ കർത്താവിൽ നിന്ന് വേർതിരിക്കത്തില്ലെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? Along with Paul, can you say that it doesn't matter whatever happens, even if it is death or life, and I am going to be with my Lord? നാം ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടിയുള്ളവരാണ്. And if we are living, we will live for Christ. നാം മരിക്കുന്നുവെങ്കിൽ അത് ലാഭമാണ്. എന്തുകൊണ്ട്? നാം കർത്താവിൽ സന്തോഷിക്കുന്നവരാണ്. And if we die, it's again because we rejoice in Lord. ഈ കാര്യം പൗലോസ് പറയുന്നത് ഫിലിപ്പിയിലുള്ള ദൈവസഭയോടാണ്. And Paul is actually mentioning all these things to the people in Philippi. ഒരുവന് സന്തോഷമില്ലെങ്കിൽ മറ്റുള്ളവരോട് സന്തോഷിക്കാൻ പറയാൻ പറ്റുമോ? And if you are not rejoicing yourself, you cannot rejoice with others. ആമേൻ. ഒരുവന് സന്തോഷത്തിന്റെ വില മനസ്സിലാക്കിയത് കൊണ്ടാണ് പിന്നെയും പിന്നെയും അവരെ നിർബന്ധിച്ച് നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണമെന്ന് പറയുന്നത്. And the person who has written this, he actually know the matter when you are rejoicing. That's why he is forcing others also to rejoice in the Lord. പൗലോസിനെ നമ്മൾ പഠിച്ചാൽ ഈ സാഹചര്യം നോക്കിയാൽ ഇപ്പോൾ താൻ ആയിരിക്കുന്ന കാരാഗൃഹത്തിലാണ്. And if you learn about Paul and if you know the circumstances when he has written this letter, we know that he was in prison. കാരാഗൃഹ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. And he has written this epistle from prison. അപ്പോൾ കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട്, കൈകാലുകൾ ആമത്തിൽ കടന്നുകൊണ്ട്, ചങ്ങല ധരിച്ചുകൊണ്ട്, 4 കാവൽക്കാരുടെ അകമ്പടിയോടെ കിടക്കുന്നവൻ എഴുതുകയാണ്, എന്താ, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കുന്നു. And we know Paul is in prison and his hands and legs were chained and he had lot of soldiers around him. In that condition he is saying that we have to rejoice in Lord. നമുക്ക് പൗലോസിനോട് ചോദിക്കാം, പൗലോസേ ഇത് എങ്ങനെ സാധിക്കുന്നു? And you can ask Paul how it is possible. എന്നാൽ പ്രിയരെ, അതിൻ്റെ രഹസ്യം പറയാം. നാം കർത്താവുമായിട്ട് എപ്പോഴും നല്ല ബന്ധമുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലങ്ങളിലും, ഏത് സാഹചര്യങ്ങളിലും, ഏത് പ്രതിസന്ധികളിലും, ഏത് അനർത്ഥത്തിലും, ഏത് അപകടങ്ങളിലും, മരണത്തെ മുഖാമുഖം കണ്ടാലും നമുക്ക് കർത്താവിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണമിടയാകും. And I can say what is the reason behind it, why Paul is saying that, because he has the intimate relationship with the Lord, and if you also having that kind of relationship, it doesn't matter what circumstances you are going through, you can always rejoice in Lord. കാരാഗൃഹത്തിന്റെ അനുഭവത്തിലും കടന്നുകൊണ്ട് ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല. താന് സ്തോത്രം അങ്ങനെ ആ അനുഭവത്തിൽ വരേണ്ടിയവനല്ല. മഹാസമ്പന്നൻ, മഹാ ഉന്നത കുടുംബത്തിൽ ജനിച്ചവൻ, എല്ലാം ഉള്ളവൻ, വിദ്യാഭ്യാസം, നല്ലവണ്ണമുള്ളവൻ, നല്ല ഭാഷ, സ്തോത്രം പാണ്ഡിത്യമുള്ളവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് ശുഷ്കാന്തി ഉള്ളവൻ, ഇന്ന് ഒന്നുമില്ലാത്തവനായി ലോകപ്രകാരം ഏതുമില്ലാത്തവനെ പോലെ ആയിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്. We know about Paul, he was very rich and he was a scholar and he had a very good knowledge. Although he had that kind of background, now he left with nothing and he is in prison, but still he says that he rejoiced in ഇത് Lord. എഴുതുന്ന സമയത്ത് തനിക്ക് പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും ഇല്ലാത്ത സമയമാണ്. And when he was writing this epistle, he didn't have a cloak to cover himself. നമ്മൾ ഈ സാഹചര്യത്തിലൂടെ പോയാൽ നമ്മൾ എത്ര പേര് സന്തോഷിക്കും? And if you are going through this kind of circumstances, how many of നമ്മുടെ ഒരു us will ജോലി rejoice? പോയാൽ നമുക്ക് സന്തോഷം വരുമോ? And if we lose our job, will you നമ്മുടെ be വാഹനം happy? കേടായാൽ നമുക്ക് സന്തോഷം വരുമോ? If our vehicle gets destroyed, you will be happy. ഭവനത്തിന് ഒരു വലിയ ചെലവ് വന്നാൽ നമ്മൾ സന്തോഷിക്കാൻ പറ്റുമോ? And if there is a great expense happen in your house, will you be happy about it? നമ്മൾ ആദ്യം ചെയ്യുന്നത് ആരാധന മുടക്കുന്നതാണ്. And the first thing what you may do is you don't എങ്ങനെ want to go for സഭായോഗത്തിന് worship. പോകാതിരിക്കാൻ പറ്റും? അന്നേരം എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. And that time the first reason what you may do is like you don't go എന്നാൽ for ദൈവ church. പൈതലേ,
നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നാം എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നവരാണെങ്കിൽ ഏത് പ്രശ്നം വന്നാലും ഏത് പ്രതിസന്ധികൾ വന്നാലും നമ്മെ കൈവിടാത്ത ഒരു കർത്താവ് നമുക്കുണ്ട്. But what you have to know is you are the person like you always rejoice in Lord. What doesn't matter whatever circumstances you are in, even if it is against you or belong to you, but then you will be rejoicing in Lord. യോഹന്നാൻ 16:22 യേശു പറഞ്ഞിട്ടുണ്ട്, And John chapter 16 verse 22, Lord said this. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. And he says that your heart should be rejoiced. ആരും നിങ്ങളിൽ നിന്ന് അത് എന്ത് ചെയ്യത്തില്ല, എടുത്തു കളയത്തില്ല. And nobody can take away that joy from your ആ heart. സന്തോഷം ആര് തന്ന സന്തോഷമാണ്? And that joy who had given you. കർത്താവ് തരുന്ന സന്തോഷമാണ്. And that joy was given by Lord. ആമേൻ. പിതാവിനോട് ചോദിച്ച് പുത്രൻ നമുക്ക് വേണ്ടി ആമേൻ വാങ്ങിത്തരുന്ന സമാധാനവും സന്തോഷവും നമ്മളിലുണ്ടെങ്കിൽ ആമേൻ നമ്മുടെ സന്തോഷം അതാരും കവർന്നു കളയാൻ പറ്റാത്ത സന്തോഷമാണ്. And if the joy that is in your heart is given by the Lord who has taken away, who has asked the Father, and if he has given it in your heart, nobody can take it away from ഈ you. ലോകത്തിലെ സന്തോഷമൊക്കെ അല്പസമയത്തേക്കുള്ളതാ. And all the worldly pressure that you have is always അപ്പോൾ ഈ temporary. മീറ്റിംഗ് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷത്തിന്റെ വകയുണ്ട് ഇവിടെ. And we know that after this meeting you have something to rejoice about. നമ്മുടെ പ്രിയ കുഞ്ഞിന് ഒരു വർഷം കർത്താവ് കൊടുത്തു. നമ്മളൊരു കേക്ക് കട്ട് ചെയ്യും, ആഹാരം കഴിക്കും, ആമേൻ, ഫോട്ടോ എടുക്കും, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് സന്തോഷിച്ചു പോവും. അത് ഇന്നുകൊണ്ട് തീരും. In celebration of Jeremy's birthday, we may do some kind of happiness over there and we may rejoice for some time, but that is temporary. ഇനി അത് അടുത്ത കുഞ്ഞ് ഇവിടെ കാണുമുണ്ടെങ്കിലോ ഓക്കെ, ഇല്ലെങ്കിൽ ആ കുഞ്ഞ് അടുത്ത വർഷം വരുമ്പോഴേ ഉള്ളൂ. And there might be another birthday or another kind of celebration. Until then there is nothing for you to celebrate here. എന്നാൽ കർത്താവിലുള്ള സന്തോഷം അങ്ങനല്ല. But the Lord's rejoicing in the Lord is not like എപ്പോഴും സന്തോഷിക്കും. ഇപ്പൊ 3 ദിവസം ഇവിടെ സന്തോഷമായിരുന്നു. that. And it is always having that rejoice. കർത്താവിന്റെ ദാസന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. And we have heard a lot of counseling from the pastor. അപ്പോൾ ഇന്ന് വന്നത് എന്തിനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. And if you know that why you are here, then you can rejoice in him. നമ്മ കർത്താവ് നമ്മെ രക്ഷിച്ച വിധങ്ങളെ ഓർത്ത്, നമ്മെ വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത് കർത്താവിനെ ആരാധിക്കാനും അത് സെലിബ്രേറ്റ് ചെയ്യാനാ വന്നതെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പറയാതെ സ്തോത്രം പറയാൻ നമുക്ക് കഴിയും. If you think of the ways the Lord had delivered you and he has given you salvation, then nobody has to compel you, and you remember that and you can easily worship him and praise him. സ്തോത്രം. നാം ആരായിരുന്നു? നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. And we know what was our situation. We were died on sin. കർത്താവ് നമ്മെ വീണ്ടും ജീവിപ്പിച്ചു. And Lord had given us നമ്മൾ life. കർത്താവിന്റെ മക്കളാക്കി കർത്താവ് തീർത്തു. And he made us his children. ദൈവവചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് എന്ത് ചെയ്തു, കഴിഞ്ഞുപോയി. And the word of God says that if someone become in Christ and he become a new creation, and whatever was there in the നാം old മുമ്പ് things ആരൊക്കെയോ will pass ആയിരുന്നു, away. ആരോ എവിടെയോ ആമേൻ എന്തൊക്കെയോ ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശികളാണ്. And your old things might be different things, but now after ഒരേ getting the പാനപാത്രത്തിന്റെ salvation, അംശികളാണ്. we all are a part of one thing. നമുക്കൊരു അപ്പനേ ഉള്ളൂ. We all have one Father, ആ അപ്പൻ നമ്മെ ചേർക്കാൻ വീണ്ടും വരും. and the Father will come ആ again. കർത്താവിനെ എതിരേൽപ്പാൻ എത്ര പേര് ഒരുക്കമുണ്ട്? How many of you are ready to കരമുയർത്തി receive him? കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. Lift up your hands and worship him. സ്തോത്രം. ഇവിടെ പൗലോസ് ഇവരോട് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയാൻ തൻ്റെ ജീവിതത്തിൽ കാരണമുണ്ട്. ആമേൻ. ഈ ഫിലിപ്പിയ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ 5 വിധ സന്തോഷം പൗലോസിനുള്ളത് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാകും. And when Paul says that rejoice in Lord always, he had around 5 kind of reason why he is saying this. ഫിലിപ്പിയ ലേഖനം 1-ന്റെ 3-ാം വാക്യം പഠിക്കുമ്പോൾ Book of Philippians chapter 1 verse 3, it says like this. അവിടെ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ ഉള്ള സന്തോഷം. And the first one is he is having the rejoice in preaching his name. അവിടെ പ്രാർത്ഥിക്കുന്നതിലുള്ള സന്തോഷം. And there is one rejoice അവിടെ in പറയുന്നു, praying. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കും. And whenever I pray for all of you, and that time I pray in rejoice. കഴിഞ്ഞ ദിവസം 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇവിടെ നടന്നു. And we had last 3 days we had the fasting നമ്മൾ prayer. ഇവിടെ വന്നത് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. And we all came here so that we can നമ്മുടെ pray for the ദൈവസഭയിലുള്ള church. ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. And we came here to pray for ഈ the church and രാജ്യത്തിന് the വേണ്ടി people. പ്രാർത്ഥിക്കാനാ. And we came here for praying for this ആമേൻ. നമ്മുടെ country. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. And we came here to pray for നശിച്ചു India. പോകുന്ന ലോക വ്യവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. And we came here to pray for all the people who are in തലമുറകൾക്ക് destruction. വേണ്ടി പ്രാർത്ഥിക്കാനാ. We came here to pray for our generation. പ്രിയരെ, അതൊക്കെ നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ
അതിൻ്റെ അകത്തെ മുഖ്യ വിഷയം എത്ര പേര് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു? And we prayed for different prayer matters, and how many of you ആ prayed പ്രാർത്ഥനയ്ക്ക് with വരുന്നതിലുള്ള joy in your സന്തോഷം, heart? And how many of you prayed with that പ്രാർത്ഥിക്കുന്നതിനുള്ള സന്തോഷം, rejoice? And how many of you prayed with that? ദൈവദാസനോട് ചേർന്ന് നിന്ന് ഈ വിഷയത്തിന് വേണ്ടി ഞാനും മധ്യസ്ഥ ചെയ്യും എന്നുള്ള ആ കാഴ്ചപ്പാടിലുള്ള സന്തോഷം, And how many of you had that kind of rejoice? We will pray ആ together with സന്തോഷം pastor. നമ്മൾ ഉണ്ടെങ്കിൽ ആ സന്തോഷത്തെ ഒരു ശക്തിക്ക് എടുത്ത് കളയാൻ And പറ്റത്തില്ല. if you have that kind of joy in your heart, nothing can അപ്പോൾ take away പൗലോസ് that. താൻ ജയിലിലാണെങ്കിലും ആമേൻ താൻ തനിക്ക് വേണ്ടിയല്ല തൻ്റെ ബന്ധനം അഴിയുവാൻ, ചങ്ങല പൊട്ടുവാൻ, അല്ലെങ്കിൽ ഈ പുറത്തുനിന്ന് കൊണ്ടുവരണമേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. അവിടെ കിടന്നുകൊണ്ടും ആമേൻ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവനായിരുന്നു പൗലോസ്. Although the Paul was in prison, he didn't pray for himself, for the deliverance of him from the prison, but he was praying for the church and children of God. എന്നാൽ കൊരിന്ത്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 2 കൊരിന്തി 12:9 പൗലോസ് തന്റെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. And if you come to 2 Corinthians chapter 12 verse 9, we can see that Paul prayed for himself. തന്റെ ജഡത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു ശൂലമുണ്ടായിരുന്നു. And that time he had a problem in his body. അത് മാറിപ്പോകുവാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. And he had prayed so that that affirmity will go മാറിപ്പോയോ? away. ഇല്ല. And he prayed although for 3 times. കർത്താവ് but it പറഞ്ഞു, didn't go away. അത് ഞാൻ തന്നതാണ്, അത് സഹിക്കാനുള്ള കൃപയും ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. And when he prayed to God and he said that the Lord ഇന്ന് told നാം him, I കടന്നു have പോകുന്ന ശോധനകൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ അത് ദൈവം അനുവദിച്ചതാണെങ്കിൽ ആരെല്ലാം തലയെ കൈവച്ചാലും അത് പോകത്തില്ല. And what God had told Paul, I have given you and my grace is sufficient for you. In that way, if Lord had let something happen in your life or body, and whoever prays ദൈവത്തിന് for it അതിന്റെ won't പുറകിൽ ഒരു go പദ്ധതിയുണ്ട്. away. Because Lord has a plan behind it. ദൈവത്തിന് അതിന്റെ പിറകിൽ ഒരു ഉദ്ദേശമുണ്ട്. Because Lord had a plan behind that. അത് നിവൃത്തിയാകുമ്പോൾ അത് തന്നെ അവിടെ തന്നെ കാണും. Until that is accomplished, it will be there. കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, And Lord said that my grace is sufficient for എന്റെ you. ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. And my strength will come in your weakness. പ്രിയരേ, നിങ്ങളിൽ എല്ലാവരെക്കാട്ടിലും ബലഹീനനാണ് ഞാനെന്ന് വൈദ്യശാസ്ത്രം ഞാൻ തെളിയിക്കാം. ആമേൻ. എൻ്റെ എല്ലാ അവസ്ഥകളും നോക്കിയാലും ഞാൻ തെളിയിക്കാം. And medical science say that I am very weak. എന്നാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ ഇന്ന് കേംബ്രിഡ്ജിൽ നിന്ന് ഈ ആമേ സ്തോത്രം, എന്തോ ഈ സ്ഥലത്തിൻ്റെ പേര്, ബ്രോംലിയിൽ വരാൻ എന്നെ കൊണ്ടുവന്നത് ആ ദൈവത്തിന്റെ അത്യന്ത ശക്തിയാ. But I know that Lord's great power is manifesting on me, and that is the power that made me to come to this 2-3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അവിടെ നിന്ന് ഇവിടെ വന്ന് ആമേൻ നിങ്ങളോട് ഒന്നിച്ചായിരിക്കണമെങ്കിൽ ആ കർത്താവ് ബലം തരാതെ പറ്റുമോ? And I have traveled for more than 2 to 3 hours, and I came here without Lord's power in me. I can't do that. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 25 അസ്ഥി ഒടിഞ്ഞവനും ആമേൻ ശരീരം മുഴുവൻ മെറ്റൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും ആ മുന്നേ നിൽക്കുന്നത്. And you know that my body, I had 25 broken അപ്പൊ ribs. കർത്താവിന്റെ കൃപ നമുക്ക് മതി, അവന്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. അതിൽ നാം സന്തോഷിക്കാൻ എത്ര പേര് തയ്യാറാ? And although my body is weak, and I can praise in Lord. കർത്താവേ, ഇന്ന് തന്ന ഈ രോഗത്തിന് സ്തോത്രം ചെയ്യുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും? And how many of you can എനിക്ക് തന്ന ഈ പ്രതിസന്ധിക്ക്, എനിക്ക് തന്ന ഈ കഷ്ടതയ്ക്ക് അതുമൂലം ഒന്നുകൂടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കർത്താവേ എനിക്ക് അവസരം തന്നല്ലോ എന്ന് എത്ര പേര് ഓർത്ത് പ്രാർത്ഥിക്കുവാൻ How many കഴിയും? of you can praise for the sufferings Lord had given you so that you can pray to God ചിലതൊക്കെ about ദൈവം it? അനുവദിച്ചിട്ട് വരുന്നതുണ്ട്. And some situations come in your life എന്തുകൊണ്ടെന്നാൽ because Lord ദൈവം നമ്മളെ let him, സ്നേഹിക്കുന്നു, because Lord love you, നമ്മെ നിത്യതയിൽ എത്തിക്കാൻ, because it happens so that നമ്മെ He can take you ദൈവകൃപയിൽ to നിലനിർത്താൻ, eternity, so that you can be in ആ the ദൈവകൃപ Lord's നമ്മുടെ presence, മേലൊന്ന് പകരുവാൻ, so that His grace ആ can come ദൈവത്തിന്റെ upon അത്യന്ത you, ശക്തി മൺകൂടാരങ്ങളൊന്ന് പകരുവാൻ so that His നമ്മെ extreme ഒന്ന് power can ഉടക്കേണ്ടത് come on, ആവശ്യമാണ്. and so that you can be here. അതിനാണ് ചില പരിശോധനകൾ ദൈവം അയക്കുന്നത്. So that is the reason why sometime you have to go through the രണ്ടാമത്തെ test. തന്റെ സന്തോഷം ഫിലിപ്പിയ ലേഖനം 1:17-18 വാക്യം വായിക്കുമ്പോൾ, And second thing, if you read Philippians chapter 1 verse 17 and 18, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിലുള്ള ആമേ സന്തോഷം. and it says about preaching about Christ. അതിന്റെ 17 വാക്യം വായിക്കുന്നു, മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടല്ല ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അടുത്ത വാക്യം ആമേൻ, പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതു വിധമായാലും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. It doesn't matter how it is been preached, the Christ is preached, whether it is pretense or in truth, but I always rejoice in Him. ക്രിസ്തുവിനെ ആര് പ്രസംഗിച്ചാലും പൗലോസിന് സന്തോഷമാണ്. It doesn't matter who is actually preaching Christ, Paul will be always happy about it. അതിന്റെ പുറകിൽ റവറന്റ് ഡോക്ടർ എന്നോ ആമേൻ ഒതുങ്ങാത്ത ആമേൻ
ക്വാളിഫിക്കേഷൻ എഴുതിയത് കൊണ്ട്, ആ പേരിലുള്ള ആള് പ്രസംഗിച്ചത് കൊണ്ടോ, അവൻ ഏറ്റവും വലിയ സെമിനാരിൽ അധ്യാപകനായവൻ പ്രസംഗിക്കുന്നതിലോ അല്ല നാം മാർക്കിടേണ്ടത്. ആര് പ്രസംഗിച്ചാലും അത് സന്തോഷിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. It doesn't matter who is preaching, if he is high position or low position, it doesn't matter. Whoever is preaching, we have to be rejoicing. ദൈവസഭയ്ക്ക് യേശുക്രിസ്തു കഴിഞ്ഞാൽ, ആമേൻ, പൗലോസ് അപ്പോസ്തലന്റെ സംഭാവന ഏറ്റവും വലുതാണ്. And after church, after Christ, and it is Paul's. ആ മനുഷ്യൻ പറയുകയാണ്, ഏതു വിധത്തിലായാലും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നോ ഞാൻ അതിൽ സന്തോഷിക്കും. And that Paul is saying that doesn't matter how you preach, but if you are preaching Christ, I am always rejoicing in that. അവിടെ നമ്മൾ കണ്ടു, ആമേൻ, സ്തോത്രം, 4 ദോഷങ്ങൾ അവിടെ നമ്മൾ കാണുവാൻ തക്കണിടയാകും. And we can see 4 ആ things. വാക്യം ഉണ്ടല്ലോ, 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആമേൻ, എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടല്ല ശാഠ്യത്താൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിന്നെ നാട്യമായിട്ട്, ആമേൻ, സ്തോത്രം, എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കുന്നു. പരമാർത്ഥത ഇല്ലാതെ പ്രസംഗിക്കുന്നു. ആമേൻ, പ്രസംഗം നന്നാകണമെന്നേ ഉള്ളൂ. ആമേൻ, സ്തോത്രം, അതിന്റെ ഉദ്ദേശശുദ്ധി അല്ല അവരുടെ ലക്ഷ്യം. And there we can see people are actually doing the preaching in pretense or by force, but they are preaching not for the good intention. പക്ഷേ പൗലോസ് പറയുകയാണ്, അവരുടെ ഉദ്ദേശം എന്തായാലും It doesn't matter what the അവർ intention is. ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ അതിലെനിക്ക് സന്തോഷമാണ്. And what Paul is saying, doesn't matter what the intention കാരണം is. If they പൗലോസിന് are അറിയാം, preaching Christ, it is good. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരും. Because Paul knows that it doesn't matter in your body whether you are doing good or bad, there will be a അന്ന് judgment അനേകർ seat who will യേശുവിന്റെ judge അടുക്കൽ you. വന്നിട്ട് പറയും, ഞാൻ അത്ഭുതം ചെയ്തായിരുന്നു, അടയാളം ചെയ്തായിരുന്നു, 1000 പേരെ സ്നാനപ്പെടുത്തിയായിരുന്നു, ആമേൻ, ഞാൻ വീര്യപ്രവൃത്തികൾ ചെയ്തായിരുന്നു, ആമേൻ, അതെല്ലാം പറഞ്ഞ് അവർക്ക് അവിടെ നിരത്തി വെക്കാൻ പറയുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. And on the judgment day, people may come to the Lord and say that I have done so many things in your name, but then Lord will reply by saying that I don't know you. കാരണം ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക എന്നുള്ളതല്ല ഒരു ദൈവവൈതലിന്റെ ലക്ഷ്യം. ദൈവത്തിന് പ്രസാദകരമായി ചെയ്യണം. And it is not your aim that you do so many things here, but what you are doing, it should be according to God's റോമർ will. 12:1 നമ്മൾ വായിക്കുന്നുണ്ട്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരമായ യാഗമായി സമർപ്പിക്കണം. And in Romans chapter 12 verse 1, it says that your body has to be submitted unto the Lord as a good sacrifice. ആദ്യം എന്നിൽ ദൈവം പ്രസാദിക്കണം. And Lord has actually be pleased in me. കായീന്റെ യാഗത്തിൽ എന്താ ദൈവം പ്രസാദിക്കാഞ്ഞ്? Why the Lord was not delighted in Cain's sacrifice? കായീൻ കാച്ചിക്കായും ചേനയും കപ്പയും പയറും ഒന്നും കൊണ്ടുവന്നത് കൊണ്ടല്ല. It is not because Cain had brought all kind of അന്ന് യാഗത്തിന്റെ നിയമം ദൈവം കൊടുത്തിട്ടില്ല. because there was no law for the sacrifice. അവിടെ നമ്മൾ വായിക്കുന്നു, കയീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. But we can see that Lord was not delighted in Cain നാം and his ദൈവസന്നിധിയിൽ sacrifice. കടന്നു വരുമ്പോൾ And when you come in the presence of God, ഇവിടെ പറയുന്ന ഒരു സാക്ഷ്യം പോലും and whatever you are saying, even a ദൈവം testimony, നമ്മെ പ്രസാദിക്കണമെങ്കിൽ and if the Lord has to be delighted in നാം you, ദൈവത്തിന് because പ്രസാദമുള്ളവരായിരിക്കണം. then you have to be delighted in God. സ്തോത്രം. അപ്പോൾ അവിടെ ആമേൻ, പൗലോസിന്റെ സന്തോഷം കെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. കാരണം അവൻ വിശ്വസിച്ചത് കർത്താവിലാണ്. And we can see that no force could destroy Paul's joy from his heart, പൗലോസ് because പറഞ്ഞു, he ഞാൻ ആരെ believed in God. വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. Because Paul അവൻ said എന്റെ that ഉപനിധി ആ ദിവസം വരെ, ഏത് ദിവസമാണ്, ഒന്നുകിൽ എന്റെ മരണം അല്ലെ കർത്താവിന്റെ വരവ്, And Paul said അതുവരെ that കാക്കാൻ കർത്താവ് ശക്തനാണ്. Paul said that I know whom I am believed in until the end of that my day, and he is capable enough to take care of അടുത്ത me. സന്തോഷമാണ് ഫിലിപ്പിയ ലേഖനം 2:2 വാക്യത്തിൽ വായിക്കുന്നു. അവിടെ 3 കൂട്ടം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കൊണ്ടിടയാകും. And next thing you can see book of Philippians chapter 2 ക്രിസ്തീയ verse 2. ഐക്യത്തിലുള്ള സന്തോഷം. And we can see that one accord or one mind ചുരുക്കത്തിൽ in പറഞ്ഞാൽ Christ. കുടുംബത്തിലുള്ള സന്തോഷം, And the first thing is joy in the സഭയിലുള്ള family, സന്തോഷം, joy in church, കുടുംബത്തിലുള്ള ഐക്യം, and unity in the സഭയിലുള്ള ഐക്യം, and unity in the church. ഇതിൽ
ഒരു ദൈവദാസൻ സന്തോഷിക്കും. And in this we will be അതിനാ ഇവിടെ rejoiced. ദൈവദാസന്മാരെ ദൈവമാക്കിയിരിക്കുന്നത്. That is why we have pastors അതിനാ here. നമുക്കൊരു ദൈവസഭ ദൈവം തന്നിരിക്കുന്നത്. That's why we have servants of God നാം and ഇതിന്റെ church. അകത്ത് ഈ ഡോറ് തുറന്നു കയറിയാൽ നാം പിന്നെ ഒന്നാണ്. And once we are inside the church, we നാം are all in ക്രിസ്തുവിൽ one accord. ഒന്നാണ്. We all are one in Christ. നമുക്ക് ആർക്കും വേറെ വേറെ ക്രിസ്തു ഇല്ല. And we don't have different Christ. നമുക്ക് ആർക്കും വേറെ വേറെ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടില്ല. And we don't have different Christ ഒരുവനാണ് crucified. നമുക്ക് വേണ്ടി യാഗമായി And തീർന്നത്. it is only one Christ crucified for all of us. അവിടെ പറയുന്നു ആമേൻ ഏത് ആമേൻ കാര്യത്തിൽ നാം അനുഗ്രഹിക്കണം. അവിടെ വായിച്ച അതിന്റെ 2-2 വാക്യത്തിൽ ഫിലിപ്പിയ ലേഖനം 2:2 നാം വായിക്കുന്നു, നിങ്ങൾ ഏക മനസ്സുള്ളവരായി. And it says in Philippians chapter 2 verse 2, ഏക you have to be സ്നേഹമുണ്ട്. like-minded and you have to have the same love ഐക്യമത്യപ്പെട്ട് and in one accord ഏക ഭാവമുള്ളവരായി and in one mind, ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. and like that you will be perfect ഫിലിപ്പിയ in your life. സഭയോട് ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയാണ്, എനിക്ക് ആമേൻ ഇവിടുത്തെ ഈ ചങ്ങല ഒരു വിഷയമല്ല കേട്ടോ, This is what Paul said when he was in prison to the എന്റെ ആമം church of ഒരു Philippi. വിഷയമല്ല കേട്ടോ, And he said, wherever I ഞാൻ am, ഇവിടെ കഴിക്കുന്ന ആഹാരമോ ഞാൻ പുതയ്ക്കുന്ന പുതപ്പോ അല്ല എന്റെ വിഷയം, and whatever situation I am going എന്റെ through, it's not a വിഷയം matter. നിങ്ങളാണ്. My problem is you. നിങ്ങൾ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുക. Because Lord's second coming is very നിങ്ങൾ ഇങ്ങനെ near. ഭിന്നിച്ച് ആമേൻ പടലപ്പിണക്കം കൊണ്ട് ഇരിക്കേണ്ടിവരല്ല. You should not be having different minds. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയുവാൻ സമയമായി. And your meekness should be known by everyone. എങ്കിൽ മാത്രമേ ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയിൽ ആള് വരത്തുള്ളൂ. Then only all these chairs will be filled. നമ്മുടെ സൗമ്യത കണ്ട്, നമ്മുടെ ദൈവകൃപ കണ്ട്, ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത കണ്ട് നിങ്ങൾ എവിടെ പോകുക അവിടെ എനിക്കും വരണമെന്ന് പറഞ്ഞ് അനേകർ കർത്താവിനെ അനുഗമിക്കും. And only seeing your humbleness and seeing the unity of the church, then only other people will say that I want to come to your ഏത് church. സഭയും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ 4 കൂട്ടം കാര്യം ഉണ്ടായിരിക്കണം. It doesn't matter any church, if that has to be blessed, all these 4 things should ഏകഭാവം happen. പോകണം. ഏതാണ് ഏകഭാവം? പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ And you should have one minded that is in നിങ്ങളിലും Christ. ഉണ്ടായിരിക്കട്ടെ. And that same mind you have to be inside you. സ്തോത്രം. ക്രിസ്തുയേശു ആരായിരുന്നു? And who was Jesus അവൻ Christ? ദൈവമായിരുന്നു. He was God. അവൻ ദാസനായി തീർന്ന ദൈവകൃപ. And he came as a servant, that is ആമേൻ. grace അവന്റെ of God. ജീവൻ നമുക്ക് വേണ്ടി വെച്ച് തന്ന ദൈവകൃപ. And the grace that he has submitted his അവസാന life for തുള്ളി us. രക്തം വരെ നമുക്ക് വേണ്ടി ആമേൻ ഊറ്റി തന്നമേ സ്നേഹിച്ച ആ ദൈവകൃപ. And he gave his last drop of blood, that is a grace. നാം ആ ഭാവം നമ്മളിലും And ഉണ്ടായിരിക്കണം. that kind of mind ആ we should ഏക have. ഭാവമായിരിക്കണം And ഉണ്ടായിരിക്കണം. we should have that kind of one mind. കത്തോലിക്ക സഭയിൽ നിന്ന് വന്നവർ കാണാം, മർത്തോമായി നിന്ന് വന്നവർ കാണാം, യാക്കോവയിൽ നിന്ന് വന്നവർ കാണാം, TPM നിന്നും ബ്രദറിൽ നിന്നും പെന്തക്കോസ്റ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നവർ കാണാം. എന്നാൽ കർത്താവിന്റെ സഭ എന്ന് പറയുന്നത് ഏകഭാവം ഉള്ളവരാണ്. It doesn't matter from where you have come from, and you all should have like-minded. അടുത്തത് നമ്മൾ കാണുന്ന പൗലോസിന്റെ സന്തോഷം. ആമേൻ. ഫിലിപ്പിയ ലേഖനം 2:17-18 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നതിൽ താൻ സന്തോഷിക്കുന്നു. And another joy we can see that in verse 2 verse 17, that getting the suffering for God, that is another joy he used to enjoy. ഏറ്റവും ആമേൻ സന്തോഷമില്ലാത്ത കാര്യമാണ് കഷ്ടം വരുന്നത്. And we know that nobody likes having sufferings. പ്രിയരെ, ഇന്നൊരു സ്നോ പെയ്താൽ നമ്മൾ ആരാധന മുടക്കും. And we know that if there is a snow that is coming out, ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ പറയാറുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ ചർച്ചിലുള്ളവരോട് ചോദിച്ചാലും പറയും, ആമേൻ, ഈ ലാടഗുരുക്കൾ പറയുന്ന തലവേദന, തൊണ്ടവേദന, പനി, നടുവേദന, കാലുവേദന, ഇത് പറഞ്ഞ് സഭായോഗം മുടക്കരുത്. And I always say in the church that don't say small ailments and say that you can't come to church. ആംബുലൻസിൽ വരാൻ പറ്റിയാലും ആരാധനയ്ക്ക് വന്നാൽ നീ തിരിച്ച് ആംബുലൻസിൽ പോകേണ്ടി വരത്തില്ല. And what I used to say that if you have that kind of suffering on your body, if you have to come in the ambulance, you don't have to go back in ambulance. ഇത് അനുഭവിച്ചും ചെയ്തും ആമേൻ വിടുതൽ പ്രാപിച്ചവനുമായി പറയുന്നേ. Because I have experienced that, I have got the deliverance. ഞാൻ 12 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് അവിടുന്ന് പിന്നെ എന്നെ റീഹാബിലേക്ക് മാറ്റി. ആമേൻ. അവിടെ ആമേൻ 7-8 മാസം റീഹാബിൽ കിടക്കുമ്പോൾ ഒറ്റ ആരാധന ഞാൻ മുടക്കിയിട്ടില്ല. അവിടുന്ന് ടാക്സി പിടിച്ച് ഞങ്ങളുടെ ചർച്ചിൽ വന്ന് വീൽ ചെയറിൽ വന്ന് ആരാധിച്ചിട്ട് തിരിച്ചെന്നെ ടാക്സിയിൽ കൊണ്ടുപോകുമായിരുന്നു. And I was in ventilator for 12 days, and after that I have been moved to a rehabilitation. ബോധമില്ലാത്ത സമയത്ത് ഒരു ആരാധന മുടങ്ങിയിട്ടുണ്ടെങ്കിലുണ്ട്. ആമേൻ. ബോധമുള്ളപ്പോൾ ഈ വീക്കെൻഡ് ഹോസ്പിറ്റലിലെ പരിപാടിയൊന്നും ഇല്ല, ഡോക്ടർമാരില്ല, അവിടുത്തെ തരുന്ന ശാപ്പാടും കഴിച്ച് അവിടെ കിടക്കാവുന്നേ ഉള്ളൂ. And I used to miss the church when I was unconscious. Other than that, I never എൻ്റെ missed church. വൈഫും കുഞ്ഞും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്, സാക്ഷിയാണ്.
ആമേൻ ഒറ്റ ആരാധന, ഒരു ടാക്സി, ഒരു പാകിസ്ഥാനിയെ ഇടപാട് ചെയ്ത് എന്നെ കൊണ്ടുവരും, തിരിച്ചു കൊണ്ടെന്ന് അവിടെ ആക്കും. And my family is here. I never miss my church, and I used to take taxi and go to Sunday service. അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ സ്വന്തം കാലിൽ നിന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. And that is the reason I could stand അനേക here and വിടുതലുകൾ preach എൻ്റെ സഭായോഗത്തിൽ സംഭവിച്ചിട്ടുണ്ട്. And there are so many deliverance happened. ബ്ലീഡിംഗ് പോലും എൻ്റെ ആമേൻ സ്തോത്രം നിന്ന സഭായോഗങ്ങളുണ്ട്. And when I used to preach, there were so many miracles നമ്മുടെ happened. ദൈവം ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. And our Lord can do ഇന്ന് things നിങ്ങൾ ഏത് now. വേദനയോടാ, ഏത് പ്രയാസത്തോടാ, ഏത് ഭാരത്തോടാ ഇന്ന് നിങ്ങളെ കുഴയ്ക്കുന്ന ഏത് വിഷയമായി ഇവിടെ കൊണ്ടുവന്ന് ഇന്ന് മടങ്ങി പോകുമ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു പോകാൻ ഇടയാകും. It doesn't matter how what sufferings you are here today, and when you go back, you will go back rejoicing. അപ്പോൾ നമ്മുടെ കഷ്ടങ്ങളിൽ ആമേൻ സ്തോത്രം നാം പ്രശംസിക്കണം. നിങ്ങൾക്കറിയാമോ ഏറ്റവും കൂടുതൽ കഷ്ടത വരുന്ന ആർക്കാണെന്നറിയാമോ? And we have to praise in our sufferings, and you should know ദൈവമക്കൾക്കാ. that who gets more sufferings. It is for the ഇവിടെ children of God. വിസിറ്റിങ്ങിന് വന്നിട്ട് നിമോണിയ പിടിച്ച് ആമേൻ ഇനിയും നാട് കാണത്തില്ലെന്ന് ആമേൻ ചിന്തിച്ച സമയമുണ്ട് ഈ ദൈവദാസൻ. And we know the servant of God. അനേക ആമേൻ സ്തോത്രം 1000 പൗണ്ട് ചെലവാക്കി താൻ നാട്ടിൽ പോയിട്ടാ പിന്നെ അത് വീട്ടിയത്. And we know the servant of God who is sitting here. He had problems in the past. എന്തോ And, തന്നെ ഇവിടെ വന്നത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനല്ലേ, അനേക സഭകളിൽ പോയി ശുശ്രൂഷിച്ചില്ലേ. and we know that he came here to serve God, പക്ഷേ and he has കഷ്ടത ministered in different churches. ലോകക്കാർക്ക് വരുന്നതിനെക്കാട്ട് കൂടുതൽ ദൈവമക്കൾക്കാ വരുന്നത്. But you should know that the sufferings will be more for the children of God rather than the worldly people. സ്തോത്രം. ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞിട്ടിരിക്കുക, എൻ്റെ സമയം തീർന്നു. ഒരിക്കലും ഒരു ദൈവദാസൻ തൻ്റെ ആമേൻ പരിചയത്തിലും തൻ്റെ കൂട്ടായ്മയിലുള്ള ഒരു സഹോദരി ക്യാൻസർ ബാധിച്ച് വളരെ സീരിയസ് ആയിട്ട് വളരെ ദൂരെ തിരുവനന്തപുരം ആ ഭാഗത്ത് കിടക്കുക. അപ്പോൾ അദ്ദേഹം ഒരു ഫാസ്റ്റ് പാസഞ്ചറിൽ കയറി ആ സഹോദരിയെ കാണാനായിട്ട് പോവുകയാണ്. And I just want to mention one more incident. There was one servant of God, and he knows one sister. She was actually suffering from cancer, and he took a bus to meet her. താൻ ആ വിഷയമാണ് തൻ്റെ മനസ്സിൽ, ആ സഹോദരി അനുഭവിക്കുന്ന വേദനയും കഷ്ടതയും തൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് താൻ ആ ട്രാൻസ്പോർട്ട് ബസ്സിൽ സീറ്റിലിരിക്കുമ്പോൾ തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ആമേൻ മനുഷ്യൻ, And he was really worried about that sister because of the pain that she is going through. Then one person came and stood near her. അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കണ്ണിലൂടെയും ആമേൻ അങ്ങനെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. And when he looked at the person who was sitting near him, and when he saw that his eyes were very tearful. എന്നാൽ ഇതിപ്പം മാറും, കുറച്ച് കഴിയും മാറും. ഇങ്ങനെ ദൂരം വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഈ ദൈവദാസൻ അദ്ദേഹത്തെ തട്ടിയിട്ട് ചോദിച്ചു, എന്താണ് കരയുന്നത്? And there was a long distance. He thought that he may stop crying after some time, but it was not അദ്ദേഹം stopping. Then കണ്ണുനീര് he asked for the തുടച്ചിട്ട് matter. ആ ദൈവദാസനോട് പറഞ്ഞു, ദൈവദാസനെ എനിക്കൊരു മകനുണ്ടായിരുന്നു. Then that person wiped his tears and told the servant of God that I had a son. ഞങ്ങൾക്ക് അവൻ ഏക മകനായിരുന്നു. And he is my only son. അവന് ഒരു ബൈക്ക് ഞാൻ മേടിച്ചു കൊടുത്തു. And I bought him a bike. ആ ബൈക്കുമായി പോയപ്പോൾ അവനൊരു ആക്സിഡന്റ് ഉണ്ടായി. തൽക്ഷണം അവൻ മരിച്ചുപോയി. And he met with an accident when he was traveling in that bike, and he died. വളരെ പ്രതീക്ഷയോടെ വളരെ ആഗ്രഹത്തോടെ ഞങ്ങൾ അവനെ ആമേൻ ആറ്റുനോറ്റി വളർത്തി അവൻ്റെ കണ്ണിൽ നോക്കി ആമേൻ അവന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത് പോരുമ്പോഴാണ് ഈ ഇൻസിഡന്റ് ഉണ്ടായത്. And he was my only son, and he was my hope, and I was looking forward for him to grow up, and that is ഇനി time ഞാൻ this എന്തിനു incident വേണ്ടി happened. ജീവിക്കണം എന്ന് പോലും എൻ്റെ മനസ്സിൽ വന്നു. പക്ഷെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം ആമേൻ ദൈവം എനിക്ക് ഇത് അനുഭവിക്കാൻ തന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അവര് യാത്ര മുന്നോട്ട് ആരംഭിച്ചു. And I used to think that why I have to live in this world, but I ഈ ദൈവദാസൻ ഇറങ്ങേണ്ട സ്ഥലത്തെത്തി ആ സഹോദരിയെ കാണാനായിട്ട് അവിടെ ചെന്നപ്പോൾ, and when he reached the destination, and when he went to see that sister, അവിടെ മുറ്റത്ത് ചെന്നപ്പോൾ തന്നെ ആ സഹോദരന്റെ നിലവിളി കേൾക്കാം. and when he reached the place, ക്യാൻസറിന്റെ രോഗം അതിഭയങ്കരമാണ്. and when he reached that place, he could hear the അതിഭയങ്കരമായ cry from വേദനയോട് ആ outside. സഹോദരി അവിടെ നിലവിളിക്കുന്നത് ഈ ദൈവദാസൻ മുറ്റത്ത് നിന്ന് കേൾക്കുവാനിടയായി. And he could hear her cry because of the pain that she is അവിടെ going ചെന്ന് through. എന്ത് പറയണമെന്ന് അറിയാതെ ആ സഹോദരിയെയും ആശ്വസിപ്പിച്ച് താൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരികെ ആമേൻ വീണ്ടും ബസ് കയറി വരികയാണ്. The servant of God didn't know what to tell her, but he just went there and prayed for her and started coming back. വരുന്ന വഴിയിൽ താൻ ദൈവവുമായിട്ട് സംസാരിക്കുക, കർത്താവേ And on the way- എന്തുകൊണ്ട് ആമേൻ ഈ ദൈവ മക്കൾക്ക് ഇങ്ങനെ ശോധന ദൈവം അയക്കുന്നു? And on the way back, he asked the Lord why it എന്തുകൊണ്ട് happens തന്റെ to the ഹൃദയം children of വല്ലാതെ God. തിങ്ങി വിങ്ങുവാനിടയായി. And he asked God why it happens to the children of അവൻ God. ദൈവം അദ്ദേഹത്തോട് സംസാരിപ്പാനിടയായി. And then God replied to him. അദ്ദേഹം ആമേൻ പേന എടുത്തു, പേപ്പറിലൂടെ എഴുതിയ പാട്ടാണ്, എൻ പ്രാണനാഥൻ എന്നു വരും എന്നു തീരും എൻ്റെ വേദനകൾ.
And Lord, ആരാന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആമേൻ. ചാൾസ് ജോൺ എന്ന് പറയുന്ന ആമേൻ വളരെ ഗാനങ്ങൾ എഴുതിയ ദൈവദാസൻ തൻ്റെ ജീവിത അനുഭവമാണിത്. and when Lord had started speaking to him, it came like a song. ഇന്നിഹത്തിൽ നിന്നിലല്ല ഇല്ല സന്തോഷം ജീവിതത്തിൽ തിങ്ങി വിങ്ങുന്ന സങ്കടവും എങ്ങും പാഴിയും നിന്നാകളും. പ്രൈസ് ദി ലോർഡ്. പാടണമെന്ന് ആഗ്രഹമുണ്ട്. സമയം അവസാനിച്ചു. പ്രിയരെ, ആമേൻ, സ്തോത്രം. ഇന്ന് ഈ ലോകത്തിൽ ഒരു സന്തോഷവും നമുക്ക് ലഭിക്കത്തില്ല. And in this world you may not get any kind of joy. നാളെ നമുക്ക് എന്ത് വരുമെന്ന് നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. And we don't know what can happen tomorrow. എന്നാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നമ്മുടെ കർത്താവ് വരും. But there is one hope for us, our ആ കർത്താവിന്റെ വരവിൽ എനിക്ക് പോകണം. And I want to be with him. അതിന് ഞാൻ എന്ത് ചെയ്യണം? What I should do for that? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഒരു ഭക്തൻ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെല്ലാം ആമേൻ അനുകൂലമല്ലാതിരുന്നപ്പോഴും താൻ ഇങ്ങനെ എഴുതി, ആമേൻ, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം. പിന്നെ ഞാൻ പറയുകയാണ്, and what you should do is you have to rejoice always in Christ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരാനടുത്തു. ആമേൻ. ഈ അവസരം തന്ന ദൈവസഭയ്ക്കും ആമേൻ ഈ ദൈവദാസനും കുടുംബത്തിനും പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദൈവദാസനോട് ചേർന്ന് ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം. നിങ്ങളെല്ലാവരെയും ഒന്നും കൂടെ കാണുവാൻ, ഒന്നിച്ച് ശുശ്രൂഷിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ട്രാൻസ്ലേറ്റ് ചെയ്ത മാന്യ സഹോദരിക്ക് നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.